ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നിഫ്റ്റിയും സെൻസെക്സും ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് നടത്തിയത്. 30 ഓളം സ്റ്റോക്കുകൾ നിഫ്റ്റിയിൽ ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. എറ്റേണൽ പോലെയുള്ള കമ്പനീസ് ഇന്നലെ ശക്തമായിട്ടുള്ളൊരു റാലിയും രേഖപ്പെടുത്തിയത് നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം നടന്ന പ്രധാന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജപ്പാനും യു എസും തമ്മിലുള്ള ട്രേഡ് ഡീല് നടന്നു എന്നുള്ളതാണ്. 15% ആണ് താരിഫ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത് നേരത്തെ നിശ്ചയിച്ച 25%-ൽ നിന്നും 10% കുറവാണ്. കൂടാതെ തന്നെ ജപ്പാൻ യു എസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും എന്നുള്ള കാര്യവും ട്രംപ് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് കാരണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജപ്പാൻ മാർക്കറ്റ് 2% അപ്സൈഡാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യു എസ് ഫ്യൂച്ചർ 16 പോയിൻറ്റ് അപ്സൈഡാണ്. ഈ സെയിം ടൈം തന്നെ ഇന്നലെ യു എസ് മാർക്കറ്റ് നാസ്ഡാക്ക് ഫോളായിരുന്നു. എസ്പെഷ്യലി എൻവിഡിയും നെറ്റ്ഫ്ലിക്സും 3% വീതം ഫോൾ രേഖപ്പെടുത്തി. കൂടാതെ തന്നെ യു എസ് പ്രസിഡൻറ്റ് ട്രംപ് അവിടുത്തെ സെൻട്രൽ ബാങ്ക് തലവനായിട്ടുള്ള ജെറോം പവലിനെ നംസ്കൾ എന്ന പേരിൽ വിശേഷിപ്പിച്ചു. നംസ്കളിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് വിഡ്ഢി ആയ ആൾ എന്നുള്ള രീതിയിലാണ്. അതായത് ജെറോം പവൽ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് 4.25 എന്ന റേഞ്ചിൽ തന്നെ 4.25 to 4.5 എന്ന റേഞ്ചിൽ നിലനിർത്തും, എക്കണോമി മോണിറ്റർ ചെയ്യും. അല്ലാതെ ട്രംപ് ആവശ്യപ്പെടുന്ന പോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ്. എനിവേ 8 മാസം കൂടിയാണ് ഈ ഒരു ജെറോം പവലിൻ്റെ ഈ ഒരു കാലാവധി ഉള്ളത്. അപ്പോൾ അത് അദ്ദേഹം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 8 മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകളെല്ലാം തന്നെ നടത്താനുള്ള സാധ്യതകൾ കുറവാണ്. FIC ഇന്ത്യൻ മാർക്കറ്റിൽ 3500 കോടി രൂപയുടെ സെല്ല് നടത്തി. കഴിഞ്ഞ 2 ദിവസമായിട്ട് FIC സെല്ലിംഗ് മോഡിലാണ് ഉള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏറ്റവും താഴെ ഇന്നലെ ക്ലോസ് ആയ നാസ്ഡാക്ക് 81 പോയിൻറ്റ് മൈനസും ഡോ 179 പോയിൻറ്റ് പ്ലസും. യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഇന്നലെ നെഗറ്റീവായിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് മിഡിലായിട്ട് കാണാം, 72 പോയിൻറ്റ് പ്ലസ്. ജപ്പാൻ മാർക്കറ്റ് കാണാം 2.46. നിക്കി 900 പോയിൻറ്റ് അപ്സൈഡ് ആണല്ലോ. ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ പോസിറ്റീവായിട്ട് രീതിയിലും ഏറ്റവും ടോപ്പിലേക്ക് ബിറ്റ്കോയിൻ പോസിറ്റീവായ രീതിയിലും നിലകൊള്ളുന്നു. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. അതിന് മുമ്പായിട്ട് ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കർ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മളുടെ ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ സ്വിംഗ് ട്രേഡ് എല്ലാം തന്നെ അപ്സ്റ്റോക്കിലൂടെ നടത്താൻ സാധിക്കും. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ പേടിഎം ആദ്യമായിട്ട് കമ്പനി പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത് 125 കോടി രൂപ. കഴിഞ്ഞ തവണയെല്ലാം തന്നെ ലോസാണ് ഉണ്ടായിരുന്നത്. ഡിക്സൺ ടെക് കമ്പനി ഈ തവണ റവന്യൂ 95% ഉയർന്ന് 12,835 കോടി രൂപ കരസ്ഥമാക്കിയിട്ടുണ്ട്. യുണൈറ്റഡ് ബ്രിവറീസ് കമ്പനീസ് നെറ്റ് പ്രോഫിറ്റ് 6.4% ഉയർന്ന് 184 കോടി രൂപ കരസ്ഥമാക്കി. IRFC 11% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 1746 കോടി രൂപ കരസ്ഥമാക്കി. ഒബ്രോയി റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അപ്പോൾ ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 3% സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസുണ്ട്. ഡാൽമിയ ഭാരത് കമ്പനി 171% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 393 കോടി രൂപ കരസ്ഥമാക്കി. ലോധ ഡെവലപ്പേഴ്സ് മാക്രോടെക് ഡെവലപ്പേഴ്സാണ് മുമ്പ് കമ്പനിയുടെ പേരുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ പ്രൊമോട്ടേഴ്സ് ബ്ലോക്ക് ഡീലിലൂടെ സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസുണ്ട്. JSW ഇൻഫ്ര കമ്പനി റവന്യൂ 19% ഉയർച്ച കൈവരിച്ച് 1314 കോടി രൂപ കരസ്ഥമാക്കി. KEI കമ്പനി 13% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 195 കോടി രൂപ കരസ്ഥമാക്കി. സെൻസാർ ടെക് 15% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് 182 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക് അവർ 84% നെറ്റ് പ്രോഫിറ്റിൽ ഇടിവ് രേഖപ്പെടുത്തി 60 കോടി രൂപയാണ് ഇത്തവണ കരസ്ഥമാക്കിയത്. RVNL കമ്പനി ഒമാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം വീണ്ടും നേരുന്നു. താങ്ക് യു.